ഇന്ത്യൻ നാവികസേന സ്വയം പര്യാപ്തമാകുന്നു എന്ന പ്രഖ്യാപനവുമായാണ് INS ഉദയഗിരി, INS ഹിമഗിരി എന്നീ യുദ്ധക്കപ്പലുകൾ ഇന്നലെ കമ്മീഷൻ ചെയ്തത്. 75% ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച കപ്പലുകളുടെ പ്രത്യേകതകൾ പരിശോധിക്കാം. പ്രൊജക്ട് 17A ഭാഗമായി ഇന്ത്യയിൽ നിർമ്മിച്ച INS ഉദയഗിരി, INS ഹിമഗിരി എന്നീ യുദ്ധക്കപ്പലുകൾ വിശാഖപട്ടണത്തിലെ നേവൽ ബേസിൽ കമ്മീഷൻ ചെയ്തതോടെ പുതിയ ചരിത്രമാണ് രചിക്കപ്പെടുന്നത്. മുംബൈയിലും കൊൽക്കത്തയിലുമായി 2 വ്യത്യസ്ത ഷിപ്പ്യാർഡുകളിൽ നിർമ്മിച്ച 2 കപ്പലുകൾ ഒരുമിച്ച് കമ്മീഷൻ ചെയ്യുന്നത് ഇതാദ്യമായാണ്. സുരക്ഷാ സംവിധാനങ്ങൾ മെച്ചപ്പെടും എന്നതിനപ്പുറം ദുരന്ത നിവാരണം ഉൾപ്പെടെയുള്ള അത്യാവശ്യ സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാവുന്ന തരത്തിലാണ് കപ്പലുകൾ നിർമ്മിച്ചിരിക്കുന്നത്. INS നീൽഗിരിക്ക് ശേഷം പ്രൊജക്ട് 17A ഭാഗമായി നിർമ്മിക്കപ്പെട്ട കപ്പലുകളാണ് INS ഉദയഗിരിയും INS ഹിമഗിരിയും. അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ സന്നാഹങ്ങളുമായാണ് ഈ കപ്പലുകൾ പുറത്തിറങ്ങുന്നത്. അത്യാധുനിക നിരീക്ഷണ റഡാറുകളും ഇലക്ട്രോണിക് യുദ്ധക്കോപ്പുകളുമുള്ള കപ്പലുകളിൽ സൂപ്പർസോണിക് സർഫസ് ടു സർഫസ് മിസൈലുകളും സർഫസ് ടു എയർ മിസൈലുകളും റാപ്പിഡ് ഫയർ ഗൺ സംവിധാനവുമുണ്ട്. ഡീസലിലും ഗ്യാസിലും പ്രവർത്തിക്കുന്ന 2 പ്രൊപ്പൽഷൻ പ്ലാന്റുകളാണ് കപ്പലിലുള്ളത്. അതുകൊണ്ട് തന്നെ കപ്പലുകളുടെ ഇന്ധനക്ഷമത കൂടുതലായിരിക്കും. ഇതുകൂടാതെ 8 ബ്രഹ്മോസ് മിസൈലുകളും കപ്പലുകളിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. കപ്പലുകളുടെ ഭാരം 6700 ടണ്ണാണ്. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.